हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम. ബ്രഹ്മസൂത്രത്തിന്റെ മൂന്നാമത്തെ സൂത്രത്തിന്റെ ശങ്കരഭാഷ്യം. ശാസ്ത്രയോനിത്വാത്, ഇതാണ് മൂന്നാമത്തെ സൂത്രം. അതില് ആദ്യം നമ്മൾ കണ്ടത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉറവിടമായി ബ്രഹ്മനാണ് ഉള്ളത് എന്ന്. ഇപ്പോ ശാസ്ത്രങ്ങളാണ് ബ്രഹ്മന്റെ ഉറവിടം, അതായത് ശാസ്ത്രങ്ങളാണ് ബ്രഹ്മന്റെ പ്രമാണം. ബ്രഹ്മൻ എപ്പോഴും നിലനിൽപ്പുണ്ട് ബ്രഹ്മന് എന്നുള്ളതിന്റെ പ്രമാണം ശാസ്ത്രമാണ്. ആചാര്യദേവൻ പറയുന്നു, അഥവാ യഥോക്തം ഋഗ്വേദാദി ശാസ്ത്രം യോനിഹി കാരണം പ്രമാണം അസ്യ ബ്രഹ്മണഃ യഥാവത് സ്വരൂപാധിഗമേ ശാസ്ത്രാദേവ പ്രമാണാത് ജഗതോ ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യത്തെ ഇതി അഭിപ്രായഃ. ശാസ്ത്രം ഉദാഹൃതം പൂർവസൂത്രേ യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഇത്യാദി. അഥവാ, അഥവാ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ യഥോക്തം, മുമ്പ് ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് മുമ്പ്? ബ്രഹ്മനാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉറവിടം എന്ന്. ഋഗ്വേദാദി ശാസ്ത്രം, അതായത് ഋഗ്വേദ എന്നീ ശാസ്ത്രങ്ങൾ, ഋഗ്വേദ, യജുർവേദ, അഥർവവേദ, സാമവേദ, അഥർവവേദ, പിന്നെ വേദാംഗങ്ങൾ എന്നങ്ങനെ ശാസ്ത്രങ്ങൾ യോനിഹി ഉറവിടം, കാരണം പ്രമാണം, അറിവിന്റെ പ്രമാണം, അസ്യ ബ്രഹ്മണഃ, ഈ ബ്രഹ്മന്റെ, അതായത് ഇപ്പോ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ പറയാം. എന്ത് പറയാം? ഈ സൂത്രത്തിന് അങ്ങനെ ഒരു അർത്ഥം നമ്മൾ കൽപ്പിക്കാം. എന്താണ്? ശാസ്ത്രങ്ങൾ, ഋഗ്വേദ എന്നീ ശാസ്ത്രങ്ങളുടെ ഉറവിടം ബ്രഹ്മനാണ് എന്ന്. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. എന്താണ്? ശാസ്ത്രങ്ങളാണ് ബ്രഹ്മന്റെ ഉറവിടം, അല്ലെങ്കിൽ അതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ പ്രമാണം. എന്തിനാണ് അങ്ങനെ? യഥാവത് സ്വരൂപ അധിഗമേ, ഈ ബ്രഹ്മനെ ശരിക്കും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ, യഥാർത്ഥത്തിൽ സ്വരൂപ അധിഗമേ, അതിന്റെ സ്വരൂപത്തിനെ, അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ മനസ്സിലാക്കാൻ ഉള്ള കാരണം, അല്ലെങ്കിൽ അതിനുള്ള പ്രമാണം ശാസ്ത്രമാണ് എന്നും നമുക്ക് പറയാം. ശാസ്ത്രാദേവ പ്രമാണ ജഗത ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യത്തെ ഇതി അഭിപ്രായഃ. ഈ ശാസ്ത്രം വഴി മാത്രമാണ്, ശാസ്ത്രാദ് ഏവ പ്രമാണാത്, ശാസ്ത്രം വഴി മാത്രമാണ്, അതായത് ശാസ്ത്രം എന്ന പ്രമാണം വഴി മാത്രമാണ് ജഗതഃ ജന്മാദി കാരണം ബ്രഹ്മ അധിഗമ്യത്തെ, ഈ പ്രപഞ്ചത്തിന്റെ കാരണം ബ്രഹ്മനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ മാത്രമാണ്. കാരണം ശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇതി അഭിപ്രായഃ, ഇതാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ശാസ്ത്രമാണ് പറയുന്നത്. എന്നാ പറയുന്നത്? ശാസ്ത്രം ഉദാഹൃതം പൂർവസൂത്രേ. ഇതിന്റെ മുമ്പുള്ള സൂത്രത്തിൽ ജന്മാദ്യസ്യ യതഃ എന്നുള്ള സൂത്രത്തിൽ ശാസ്ത്രത്തിനെ ഉദ്ധരിച്ചുകൊണ്ട്, ശാസ്ത്രത്തിന്റെ ഉദാഹരണം കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്താണ് ശാസ്ത്രത്തിന്റെ ഉദാഹരണം? യതോവാ ഇമാനി ഭൂതാനി ജായന്തെ എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ നിന്ന്, ഇതിൽ നിന്നാണോ ഈ എല്ലാ ജീവികളും ജനിക്കുന്നത് എന്നുള്ള ആ വാക്യം ഉദ്ധരിച്ചിരുന്നു കഴിഞ്ഞ സൂത്രത്തിൽ. അപ്പോ ഈ പ്രപഞ്ചം ബ്രഹ്മനിൽ നിന്നാണ് ഉദിക്കുന്നത്, ഉത്ഭവിക്കുന്നത് എന്നുള്ളതിന് ശാസ്ത്രം തന്നെയാണ് പ്രമാണം. ശാസ്ത്രം തന്നെയാണ് പ്രമാണം. അതുകൊണ്ട് ശാസ്ത്രം ഈ ബ്രഹ്മന് പ്രമാണമാണ്, അല്ലെങ്കിൽ ബ്രഹ്മന്റെ കാരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ചോദ്യം മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ സൂത്രത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞല്ലോ. ജന്മാദ്യസ്യ യതഃ, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഭവിക്കുന്നത് എന്ന്, അതാണ് ബ്രഹ്മൻ എന്ന്. അപ്പോ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞപ്പോൾ, കഴിഞ്ഞ സൂത്രത്തിൽ തന്നെ അത് പറയപ്പെട്ടെങ്കിൽ അപ്പൊ പിന്നെ ഈ സൂത്രത്തിൽ അത് പറയേണ്ട ആവശ്യം എന്താണ് എന്നാണ് ചോദ്യം നമുക്ക് തോന്നുക. അപ്പൊ അതാ തന്നെ ഇവിടെ പൂർവപക്ഷം പറയുന്നു. കിമർത്ഥം തർഹി ഇദം സൂത്രം യാവത പൂർവസൂത്രേണൈവ ഏവം ജാതീയകം ശാസ്ത്രം ഉദാഹരത ശാസ്ത്രയോനിത്വം ബ്രഹ്മണോ ദർശിതം. കിമർത്ഥം തർഹി ഇദം സൂത്രം. അപ്പോ കിമർത്ഥം, എന്താണ് പ്രയോജനം? തർഹി, അപ്പോൾ ഇതം, ഈ സൂത്രം, ഈ സൂത്രത്തിന്റെ അപ്പോ എന്താണ് പ്രയോജനം? യാവത എന്ന് വെച്ചാൽ യാവത പൂർവസൂത്രേണ ഏവ, ഇതിന് മുമ്പുണ്ടായിരുന്ന സൂത്രം തന്നെ ഏവം ജാതീയകം ശാസ്ത്രം ഉദാഹരത, ഇത്തരത്തിൽ ഉള്ള ശാസ്ത്രവാക്യത്തിനെ ഉദ്ധരിച്ചല്ലോ. ഉദ്ധരിച്ചുകൊണ്ട് ശാസ്ത്രയോനിത്വം ബ്രഹ്മണഃ ദർശിതം, ബ്രഹ്മനാണ്, ബ്രഹ്മനെ മനസ്സിലാക്കാനുള്ള പ്രമാണം ആണ് ശാസ്ത്രം എന്ന് ദർശിതം എന്ന് അവതരിച്ചല്ലോ. അതായത് ഈ സൂത്രത്തിന്റെ എന്താണ് പ്രയോജനം? പ്രത്യേകിച്ച് ഇതിനു മുമ്പുള്ള സൂത്രത്തിൽ തന്നെ ശാസ്ത്രമാണ് ബ്രഹ്മനെ മനസ്സിലാക്കാനുള്ള പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂത്രം, ശാസ്ത്ര യോനിത്വാത് എന്നുള്ള സൂത്രം എഴുതാൻ എന്താണ് കാരണം? അപ്പൊ അതിന് ആചാര്യദേവൻ പറയുന്നു ഉച്യത്തെ, അത് പറയുകയാണ്. തത്ര സൂത്ര അക്ഷരേണ സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാനാത് ജന്മാദി സൂത്രേണ കേവലം അനുമാനം ഉപന്യസ്തം ഇതി ആശങ്ക്യേത താം ആശങ്കാം നിവർത്തയിതും ഇദം സൂത്രം പ്രവവൃത്തെ ശാസ്ത്രയോനിത്വാത് ഇതി. അപ്പോ ഒരു എതിർപ്പ്, കഴിഞ്ഞ സൂത്രത്തിൽ തന്നെ ശാസ്ത്രമാണ് ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണം എന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോ അതിന് ഉത്തരമായിട്ട് പറയുന്നത് എന്താണ്? ഉച്യത്തെ, അതിന് മറുപടി നൽകുന്നു. തത്ര, അതായത് കഴിഞ്ഞ സൂത്രത്തിൽ ജന്മാദ്യസ്യ യതഃ എന്നുള്ള സൂത്രത്തിൽ സൂത്രാക്ഷരേണ സ്പഷ്ടം ശാസ്ത്രസ്യ അനുപാദാനാത്, സൂത്രാക്ഷരേണ, സൂത്രത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട്, അതായത് സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്പഷ്ടമായി ശാസ്ത്രസ്യ
അനുപാദാനാത് ജന്മാദി സൂത്രേന. ജന്മാദ്യസ്യ എന്നുള്ള സൂത്രത്തിൽ ശാസ്ത്രസ്യ അനുപാദാനാത്, സ്പഷ്ടം അനുപാദാനാത്, സ്പഷ്ടമായി ശാസ്ത്രങ്ങളെ കുറിച്ച് അനുപാദാനാത് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോ ജന്മാദ്യസ്യ യതഃ എന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്രത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ജന്മാദി സൂത്രേന, ആ സൂത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് കേവലം അനുമാനം ഉപന്യസ്തം, വെറുതെ അനുമാനം ഉപന്യസ്തം. അപ്പൊ നമ്മള് അവിടെ ശാസ്ത്രത്തിനെ കുറിച്ച് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നമ്മള് അതില് വെറുതെ അനുമാനിക്കപ്പെടുന്നു. ജന്മാദി എന്നുള്ള സൂത്രത്തിൽ ഈ കാര്യം ഊഹിക്കപ്പെടുന്നു എന്ന് മാത്രം നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ, ഇതി ആശങ്കേത, അങ്ങനെ നമ്മൾ സംശയിച്ചാൽ, അങ്ങനെ വിചാരിച്ചാൽ, താം ആശങ്കം നിവർത്തയിത്തും ഇതം സൂത്രം പ്രവവൃത്തെ. അതായത് സ്പഷ്ടമായി കഴിഞ്ഞ സൂത്രത്തിൽ പറയുന്നില്ല, വെറുതെ സൂത്രത്തിൽ പറയാത്ത ഒരു കാര്യത്തിനെ ഊഹിച്ചെടുക്കുകയാണ് എന്നുള്ള ഒരു സംശയം തോന്നിയാൽ ആ സംശയത്തിനെ പരിഹരിക്കാനാണ് ഈ സൂത്രത്തിൽ സ്പഷ്ടമായി തന്നെ, വ്യക്തമായി തന്നെ ശാസ്ത്രം ബ്രഹ്മന്റെ പ്രമാണമാണ് എന്ന് പറയുന്നു. അപ്പോ ഇതി ആശങ്കേത, അങ്ങനെ സംശയിക്കാൻ ഒരു സാധ്യത ഉണ്ട്. എന്താണ്? അതായത് ബ്രഹ്മന്റെ പ്രമാണം ശാസ്ത്രമാണ് എന്നുള്ള കാര്യം ജന്മാദി സൂത്രേന, ജന്മാദ്യസ്യ യതഃ എന്നുള്ള സൂത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അവിടെ അതൊന്ന് ഊഹിച്ച് എടുക്കാണ് എന്നുള്ളതാണ്. അങ്ങനെ സംശയിച്ചാൽ, അങ്ങനെ ഒരു വിചാരം തോന്നിയാൽ താം ആശങ്കാം നിവർത്തയിത്തും, ആ സംശയം പരിഹരിക്കാൻ, പരിഹരിക്കാൻ ഇതം സൂത്രം പ്രവവൃത്തെ, ഈ സൂത്രം പ്രവവൃത്തെ പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രയോനിത്വാത്, കാരണം ശാസ്ത്രയോനിത്വാത്ത് വെച്ചാൽ ശാസ്ത്രം ബ്രഹ്മന്റെ പ്രമാണമായതുകൊണ്ട്, ഇതി, അങ്ങനെ. അപ്പൊ ഈ സൂത്രത്തിൽ, ശാസ്ത്രയോനിത്വാത്ത് എന്നുള്ള സൂത്രത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മന്റെ പ്രമാണം ശാസ്ത്രമാണ്, ശാസ്ത്രങ്ങളുടെ ഉറവിടം ബ്രഹ്മനാണ്. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ഒരു വ്യക്തി. ബ്രഹ്മനിൽ നിന്ന് വേദങ്ങൾ അല്ലെങ്കിൽ അറിവ് ഉണ്ടായത് കൊണ്ട് ബ്രഹ്മനെ യോനി അല്ലെങ്കിൽ ഉത്ഭവ കേന്ദ്രം എന്ന് പറയാം. എന്നാൽ അറിവിലൂടെ അല്ലെങ്കിൽ വേദത്തിലൂടെ അറിയുന്നത് കൊണ്ട് എങ്ങനെ അറിവ് അല്ലെങ്കിൽ വേദം യോനി അല്ലെങ്കിൽ ഉത്ഭവം ആകും? ബ്രഹ്മനിൽ നിന്ന് വേദങ്ങൾ അല്ലെങ്കിൽ അറിവ് ഉണ്ടായതുകൊണ്ട് ബ്രഹ്മനെ യോനി അല്ലെങ്കിൽ ഉത്ഭവ കേന്ദ്രം എന്ന് പറയാം. എന്നാൽ അറിവിലൂടെ അല്ലെങ്കിൽ വേദത്തിലൂടെ അറിയുന്നത് കൊണ്ട് എങ്ങനെ അറിവ് അല്ലെങ്കിൽ വേദം ഉത്ഭവം ആകും? അപ്പൊ ഇവിടെ യോനി എന്നുള്ള വാക്ക്, അതാണ് പ്രശ്നം. ശാസ്ത്ര യോനിത്വാത്ത് എന്ന് പറയുമ്പോൾ ഈ യോനി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉറവിടം എന്ന് വെച്ചാൽ
ശാസ്ത്രങ്ങളുടെ ഉറവിടം ബ്രഹ്മനാണ് എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതങ്ങനെയാണ്. കാരണം എല്ലാറ്റിൻ്റെയും ഉറവിടം ബ്രഹ്മനാണല്ലോ. അപ്പോൾ ശാസ്ത്രത്തിൻ്റെയും ഉറവിടം ബ്രഹ്മനാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നം വരുന്നില്ല. പ്രശ്നം എവിടെയാണ് വരുന്നത്? ബ്രഹ്മനിന്റെ യോനി, ശാസ്ത്രയോനിത്വ എന്ന് പറയുമ്പോൾ ബ്രഹ്മന്റെ യോനിയും ശാസ്ത്രമാണെന്ന്. അപ്പൊ അവിടെ രണ്ടാമത്തെ ഇതില് യോനി എന്ന് പറയുമ്പോൾ പ്രമാണം എന്നെടുക്കണം. രണ്ടാമത്തെ അർത്ഥത്തിൽ യോനി എന്ന് പറയുമ്പോൾ പ്രമാണം എടുക്കണം. അപ്പൊ അവിടെ ശാസ്ത്രത്തിന്റെ ബ്രഹ്മന്റെ ഉറവിടം ശാസ്ത്രം എന്ന് വരില്ല. ബ്രഹ്മന്റെ പ്രമാണം, ബ്രഹ്മനെ അറിയാനുള്ള പ്രമാണം ശാസ്ത്രമാണ് എന്നേ വരുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ സൂത്രത്തിൽ, ഇതിനു മുമ്പുള്ള സൂത്രത്തിന്റെ ഉദാഹരണം കൊടുക്കുന്നത്. ആ മുമ്പുള്ള സൂത്രത്തിൽ യഥോവാ ഇമാനി ഭൂതാനി ജായന്തെ എന്നൊക്കെ തൈത്രീയ ഉപനിഷത്തിൽ വരുന്ന വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ കാരണം ബ്രഹ്മനാണ് എന്നുള്ളത് കാണുന്നു. അപ്പോ അത് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശാസ്ത്രമാണ്. അപ്പോ ശാസ്ത്രം അവിടെ പ്രമാണമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശാസ്ത്ര യോനിത്വാത്ത് എന്ന് പറയുമ്പോൾ ശാസ്ത്രങ്ങളിന്റെ ഉറവിടം ബ്രഹ്മനാണെന്നും അല്ലെങ്കിൽ ബ്രഹ്മന്റെ പ്രമാണം ശാസ്ത്രമാണ് എന്നും രണ്ടർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മൻ യൂണിവേഴ്സ് ആണോ, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആണോ? ശരിക്കും നമ്മൾ സംസ്കൃത വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഭാരതീയ ഭാഷകളിലുള്ള അനുവാദം നമ്മൾ വായിക്കാം. പക്ഷെ ഇംഗ്ലീഷിലുള്ള അനുവാദം സംസ്കൃതത്തിലുള്ള വാക്കുകൾക്ക് നമ്മൾ വായിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അത് വായിച്ചാൽ നമുക്ക് തെറ്റിദ്ധാരണകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആണോ, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആണോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മനാണ് എല്ലാം. എല്ലാം ഇല്ല, ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ. വിവേകാനന്ദ സ്വാമികൾ ഒരു കത്തിൽ പറയുന്നു, ദിസ് ഇസ് ബ്രഹ്മൻ, ദറ്റ് ഈസ് ബ്രഹ്മൻ. അങ്ങനെയല്ല, ഇത് ബ്രഹ്മനാണ്, അത് ബ്രഹ്മനാണ്, അതങ്ങനെയല്ല വസ്തുത. വാസ്തവത്തിൽ ബ്രഹ്മൻ എലോൺ ഈസ്, ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ ബ്രഹ്മൻ യൂണിവേഴ്സ് ആണോ, യൂണിവേഴ്സൽ കോൺഷ്യസ് ആണോ എന്ന് ചോദിക്കുന്നത് തന്നെ അതിന് ഒരു അർത്ഥമില്ല. കാരണം ബ്രഹ്മൻ ആണ് പരമസത്യം, അത് മാത്രമാണ് സത്യം. അജ്ഞാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അജ്ഞാനമുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചമുണ്ട്, പിന്നെ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഒന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഏതോ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് എന്നിട്ട് നമ്മൾ അപ്പോഴേ ബ്രഹ്മനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി പറയുകയുണ്ടായി ഈ ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ അത് അങ്ങനെയല്ല, നമ്മളെ എല്ലാ അവസ്ഥകളും കടന്ന് പോകണം ബ്രഹ്മൻ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ നമ്മൾ അറിയാനായിട്ട്. അപ്പോൾ യഥാർത്ഥ സ്വരൂപം ഇപ്പോഴും ഉള്ളതാണ്. നമ്മൾ ആ യഥാർത്ഥ സ്വരൂപത്തിനെ മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മൻ ആണ് എല്ലാം. അപ്പോൾ യൂണിവേഴ്സും ബ്രഹ്മൻ തന്നെയാണ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ബ്രഹ്മൻ തന്നെയാണ്, എല്ലാം ബ്രഹ്മൻ തന്നെയാണ്. പക്ഷെ ബ്രഹ്മൻ എല്ലാമല്ല, ബ്രഹ്മൻ മാത്രമാണുള്ളത്. അദ്വിതീയ, അതായത് രണ്ടാമത്തെ ഒന്ന് ഇല്ലാത്ത ഒരു വസ്തുത, രണ്ട് എന്ന് നമുക്ക് കൽപ്പിക്കാൻ പറ്റാത്ത ഒരു പരമതത്വം. അപ്പൊ ഇവിടെ ഈ സൂത്രത്തിൽ, മൂന്നാമത്തെ സൂത്രത്തിൽ ബ്രഹ്മൻ ആണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. ബ്രഹ്മനെ മനസ്സിലാക്കാൻ നമുക്ക് പ്രമാണം എന്ന് കിട്ടുന്നത് ശാസ്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാലാമത്തെ സൂത്രമാണ്, തത്വ സമന്വയാത്ത് എന്നുള്ള സൂത്രം. അപ്പോൾ ഈ സൂത്രങ്ങൾ, 4 സൂത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചതുസൂത്രി എന്ന് പറയുന്ന ഭാഗം നമ്മൾ കണ്ടു. അതായത് ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യത്തെ 4 സൂത്രങ്ങൾ നമ്മൾ കണ്ടിരിക്കും.
പാരമ്പര്യമായി ഉള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ 4 സൂത്രങ്ങൾ ശരിക്കും വായിച്ചാൽ മൊത്തം ബ്രഹ്മസൂത്രം നല്ലോണം മനസ്സിലാവുമെന്ന് മാത്രമല്ല ആത്മീയ ജീവിതത്തിന് നല്ല ഒരു കരുത്ത് കിട്ടും എന്നുള്ളതാണ് പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ചതുസൂത്രി പഠനത്തിന്, ചതുസൂത്രി സ്വാധ്യായത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.